ലെവലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഭയങ്കര രസമാണ്. ചെമ്പരിയാടുകളും കുതിരകളും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡോം പോലത്തെ വീടുകളും ഭയങ്കര രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാനായിട്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല, വില്ലേജുകളില്ല, വീടുകളില്ല, ഇങ്ങനെ ഫുൾ ഗ്രീനറിയും മലയും. അതെപ്പാ നമ്മളും കാണുന്നുണ്ട്. ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല, വെറും പച്ചപ്പ് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും യൂട്യൂബ് എന്താ പറയുക, പൈസ കൊടുത്തിട്ട് റീചാർജ് ചെയ്ത ആൾക്ക് നിൻ്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാമല്ലോ. നീ ഇങ്ങനെ എല്ലാവർക്കും ലോകം കാണിച്ചു കൊടുക്കാൻ വേണ്ടി കെട്ടി പുറപ്പെടുന്നല്ലേ. എന്നാൽ പിന്നെ നിൻ്റെ കൂടെ ഇങ്ങനെ ആൾ വന്നാൽ ആൾക്കാരെന്തായി, ആൾക്കാർ കണ്ണ് ഇങ്ങനെ എല്ലാ ലോകവും കണ്ട പോലെയായി. നീ സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ പോയിട്ട് കണ്ട് ബാക്കിയിൽ നിൻ്റെ ബാക്കിൽ വരുന്ന ആൾക്കാരെ കണ്ണൊക്കെ എല്ലാ ലോകവും ഇങ്ങനെ കണ്ട പോലെയായി. അതാ, വേറെ ഒന്നിനെ കൊണ്ട് വലിയ കാര്യമില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ മാത്രം. ഇടയ്ക്കൊക്കെ റെസ്റ്റോറൻറ്റ്സ് കാണാം, പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലം കാണാം. ഓ, എല്ലാവരുടെയും സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമാണ് ഇത് കണ്ട് ഇങ്ങനെ ഇതുവഴി പോകാൻ. ഇതാരാന്ന് മനസ്സിലായ നിങ്ങൾക്ക്? ഇതാണ് ബാക്ക് പാക്കർ അരുണിമ. അവളായത് ഭയങ്കര രസമാവുമല്ലോ ഇങ്ങനെ കറങ്ങാൻ. ഒന്നും ജീവിതത്തിൽ ചിന്തിക്കാനില്ലാതാക്ക് ഇങ്ങനെ കറങ്ങാൻ ഭയങ്കരം തന്നെ. ഫാമിലിയും കാര്യങ്ങളും ഹസ്ബൻഡും മക്കളും എല്ലാവരും ഉള്ളവർക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ദിവസങ്ങളിൽ സാഹചര്യങ്ങളിൽ മാത്രമേ ഇങ്ങനെ കറങ്ങിയടിക്കാൻ പറ്റൂ. ഞാനിങ്ങനെ വിചാരിക്കാൻ, ഇതിന് അച്ഛനോ അമ്മയോ ഇനി സിസ്റ്റർമാരോ ബ്രദർമാരോ ഒന്നുമില്ലേ? ഇനി ഇത് വെറും പൊട്ടിമുളച്ചതാറ്റ. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ എത്തും കേട്ടോ. അത് ഇവിടെ ഈ കാണുന്ന റോഡ് തലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതുവഴിയാണ് പോകുന്നത്. കണ്ടോ, ഇവിടെ എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിന്റെ എൻട്രി ആണ് കാണുന്നത്. യെസ് എന്തോ ആള് പറയുന്നത്. അപ്പൊ അതുവഴി പോയി കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ എത്തും. ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കസാക്കിസ്ഥാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ. അതൊക്കെ ഇപ്പോൾ നിൻ്റെ ഈ ചാനലിലൂടെയാണ് ഓരോ ഇതുവരെ കേൾക്കാത്ത നാട് വരെ നമ്മൾ കേട്ടത്. നേരെ പോയി കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ എത്തും. ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ വന്നതാ. അതും പറയണ ഈ ചാനലിലൂടെ. ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ വന്നിരുന്നു. ഇവിടെ കേരളത്തിൽ സ്ഥലമില്ലായിട്ട് കസാക്കിസ്ഥാനിലേക്ക് പോയിന് മൂത്രമൊഴിക്കാൻ. കുറച്ചങ്ങ് നാണബേണടി. കാരണം എന്താ വെച്ചാൽ നീ പുറത്തു പോയ ആവശ്യം എന്നാണെന്ന് വ്യൂവേഴ്സിനൊന്നും അറിയില്ല, സബ്സ്ക്രൈബേഴ്സിനും അറിയില്ല. എന്നിട്ട് അതോട് പച്ച മലയാളത്തിൽ പറഞ്ഞിട്ട് ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോയതാണ്. ആ മൂത്രമൊഴിക്കുന്ന എന്തിട്ടാണ് നീ ഇതിലൊത്ത് കാണിച്ചു കൊടുക്കാൻ? നീ ബാക്കിയെല്ലാം നീ കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, മസാജ് ചെയ്യുന്നതും കുളിപ്പിക്കുന്നതും എല്ലാം നീ ഇതിന് മുന്നത്തെ ഓരോ വീഡിയോ വഴി നീ കാണിച്ചു കൊടുത്തിന്. ഇപ്പോൾ മൂത്രമൊഴിക്കുന്ന എന്താ കാണിച്ചു കൊടുക്കാത്ത? എന്നാലേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വിശ്വസിക്കൂ. സ്വർഗത്തിൽ ഇന്നാ മൂത്രമൊഴിക്കണേ, എന്താ അടിപൊളിയാ. ഹൈ ആൾട്ടിറ്റ്യൂഡാ. അപ്പോൾ അതാണ് കാര്യം. കണ്ടാ, അവള് സ്വർഗത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പോയതാണ് കസാക്കിസ്ഥാനിലേക്ക്. ഇവിടെ കേരളത്തിലുള്ള ടോയ്ലറ്റെല്ലാം പിന്നെ നരകം കണ്ടാ. അപ്പോൾ സ്വർഗത്തിലും പോയിന് ഇവള് വീഡിയോ കൊണ്ട് മൂത്രമൊഴിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടല്ലേ ഇപ്പോൾ കസാക്കിസ്ഥാനിലെത്തിയപ്പോൾ പറഞ്ഞത് സ്വർഗത്തിൽ അതേപോലെ മൂത്രമൊഴിക്കാൻ വന്നതാണ്, സ്വർഗത്തിൽ മൂത്രമൊഴിക്കും പോലെ ഉണ്ട്. ഇങ്ങനെ വേദന എടുക്കുന്നത് നോക്ക്. അവിടെ കണ്ട മല, വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട, വാട്ടർഫോളാണ് കാണുന്നത്. നോക്കി നമ്മളുടെ വണ്ടി. വാവ്, ഇതാണ് വഴി. ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല തണുപ്പും ചെറിയ മഴയും നല്ല തണുത്ത കാറ്റും. വാവ്, ശരിക്കും നാച്ചുറലി വേൾഡ് എന്ത് ബ്യൂട്ടിഫുള്ളാണേ. അടിപൊളിയാണേ, നൈസായിട്ടുണ്ട്. മൗണ്ടൈൻസ് ഒക്കെ കാണാൻ അടിപൊളി. നോക്ക് കണ്ടോ, ഗ്രീനറി കണ്ടോ. ഞാൻ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളത്, 3000 മുകളിൽ എവിടെ എത്രയോ ആണ്. അതുകൊണ്ട് എനിക്ക് ബ്രീത്ത് കുറഞ്ഞു ഇവിടെ. അതുകൊണ്ട് എന്തായാലും നിന്നെ സമ്മതിക്കണം. നീ ഒരു പെണ്ണ്, അതും തനിച്ച് ഈ ലോകം ചുറ്റുന്നു കേട്ടോ. നിന്നെ സമ്മതിക്കണം. ഇതുപോലത്തെ നട്ടലുള്ള പെൺകുട്ടികൾ എന്താ പറയുക, ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതും കണ്ടത് ഈ യൂട്യൂബ് വഴിയാണ്. ഞാനിങ്ങനെ ചിന്തിക്കലാണ്, ഇവളെന്തിനാണ് ഇങ്ങനെ എല്ലാ ലോകത്തേക്കും ഇങ്ങനെ പോകുന്നത്? ഇനി ഈ യൂട്യൂബിൽ വരുമാനം ഉണ്ടാക്കാനൊന്നും അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ടിട്ട് ആൾക്കാരൊക്കെ കണ്ടാകുമ്പോൾ നല്ല വരുമാനം കിട്ടുമല്ലോ. അപ്പോൾ വരുമാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സഞ്ചാരമായിരിക്കാം.